അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആനിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ആൻസർ കീയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തത് നൗസിലു ബിൽ മുനാസിബി മിൻ ഹുറൂഫിൽ അത്ഫി. ബ്രാക്കറ്റിൽ 3 അത്ഫിൻ്റെ ഹർഫുകൾ കൊടുത്തിട്ടുണ്ട്. അവയിൽ നിന്ന് ഇവിടേക്ക് യോജിച്ചവ തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തത് ഖാലു ലബിസ്ന യൗമൻ ഡാഷ് ബഅദ യൗമിൻ. ഉത്തരം ഔ ബഅദ യൗമിൻ. 2 ഖദിമൽ ഹുജ്ജാജു ഡാഷ് അൽ മുഷാത്തു. ഖദിമൽ ഹുജ്ജാജു ഹത്തൽ മുഷാത്തു. 3 കുൻ ആലിമൻ ഔ മുത്തഅല്ലിമൻ. നീ പണ്ഡിതനോ വിദ്യാർത്ഥിയോ ആവുക. 4 തഅല്ലമൽ വലദുൽ ഖുർആന ഡാഷ് അൽ ഹദീസ. തഅല്ലമൽ വലദുൽ ഖുർആന സുമ്മൽ ഹദീസ. കുട്ടി ഖുർആൻ പഠിച്ചു, സുമ്മ പിന്നീട് ഹദീസും പഠിച്ചു. സുമ്മ എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. 5ാമത്തത് ഹൽ വാലിദുക താജിറുൻ ഡാഷ് സാരിഉൻ. ഹൽ വാലിദുക താജിറുൻ അം സാരിഉൻ. നിന്റെ പിതാവ് കച്ചവടക്കാരനാണോ അതോ കർഷകനാണോ? 2ാമത്തെ ചോദ്യം നുക്കമ്മിലുൽ ജദുവല. കള്ളി പൂർത്തിയാക്കാനാണ്. ഇവിടെ കുറേ കള്ളികൾ ഫ്രീ ആയി കിടക്കുന്നുണ്ട്. അവ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫിഅല്, ഫായില്, മഫ്ഊല്, നായിബ് ഫായില്. 1ാമത്തത് ഫതഹത്തിൽ ബിന്തു അൽ ബാബ. പെൺകുട്ടി വാതിൽ തുറന്നു. ഫതഹത്തിൽ ബിന്തു അൽ ബാബ, പെൺകുട്ടി വാതിൽ തുറന്നു. നമുക്കതിൻ്റെ നായിബ് ഫായിലാണ് കിട്ടേണ്ടത്. വാതിൽ തുറക്കപ്പെട്ടു. ഫുതിഹൽ ബാബു. 2ാമത്തത് കസറത്തി ഡാഷ് അസുജാജത്ത. കസറത്തിൽ ഹിറത്തു അസുജാജത്ത. പൂച്ച ഗ്ലാസ് പൊട്ടിച്ചു. ഇനി നമുക്ക് ഗ്ലാസ് പൊട്ടിക്കപ്പെട്ടു എന്നാണ് കിട്ടേണ്ടത്. കുസിറത്തി സുജാജത്തു. കുസിറത്തി സുജാജത്തു. കസറത്തിൽ ഹിറത്തു അസുജാജത്ത. കുസിറത്തി സുജാജത്തു. യൻസിലുല്ലാഹുൽ മത്തറ. അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു. മഴ വർഷിക്കപ്പെടും എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. യുൻസലുൽ മത്തറു. അടുത്തത് ലറബ ഡാഷ് ഡാഷ് ഡാഷ്. ഇവിടെ 3 പൂരിപ്പിച്ചു കൊടുക്കാണ്ട്. ലറബൽ വലതു അൽ അഖറബ. ലുരിബൽ അഖറബു. ലറബൽ വലതു അൽ അഖറബ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടി തേളിനെ അടിച്ചു. ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു. ലറബൽ വലതു കുട്ടി തേളിനെ അടിച്ചു. അൽ അഖറബ എന്ന് പറഞ്ഞാൽ തേളിനെ. ലുരിബൽ അഖറബു തേള് അടിക്കപ്പെട്ടു. അടുത്തത് പൂരിപ്പിക്കാനാണ്. 3ാമത്തത് അൽ ഫിഅലു നൗആനി. ഫിഅല് 2 ഇനമാണ്. മാറൂഫുൻ വ മജ്ഹൂലുൻ. മാറൂഫും മജ്ഹൂലുമാണ്. ഇദാ ദുക്കിറ മഅൽ ഫിഇലി ഫാഇലുഹു. ഫിഅലിന്റെ കൂടെ ഫാഇലിനെ പറയപ്പെട്ടാൽ യുസമ്മ മാറൂഫൻ, അതിന് മാറൂഫ് എന്ന് പറയപ്പെടും. വ ഇല്ല, ഈ ഫിഇലിന്റെ കൂടെ ഫാഇലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിലോ യുസമ്മ മജ്ഹൂലൻ. ഇവിടെ മജ്ഹൂൽ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതേപോലെ ഇവിടെ യുസമ്മ മാറൂഫൻ എന്ന് ചേർത്ത് കൊടുക്കണം. ഇവിടെ യുസമ്മ മജ്ഹൂലൻ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ 4 മാർക്കാണ് ഇത് കംപ്ലീറ്റ് ആക്കിയാൽ ലഭിക്കുക. 4ാമത്തെ നുമയ്യിസു, വേർതിരിച്ച് എഴുതാനാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മഫ്ഊല് ഫീഹി, മഫ്ഊല് ബിഹി, മഫ്ഊല് മുത്ലഖ് എന്നിവ ഇതിൽ നിന്ന് വേർതിരിച്ച് എഴുതാനാണ്. 1ാമത്തത് മഫ്ഊല് ഫീഹിയാണ്. മഫ്ഊല് ഫീഹി എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രവൃത്തി നടക്കുന്ന കാലം, സ്ഥലം ഇത് 2 സൂചിപ്പിക്കും. ബ്രാക്കറ്റിൽ എർജിഉൽ ഔലാദു മിനൽ മദ്രസത്തി മസാഅൻ. വൈകുന്നേരം. ഇവിടെ സമയത്തെയാണ് അറിയിച്ചത്. അപ്പോൾ മഫ്ഊലു ഫിഹി ആണ് എർജിഉൽ ഔലാദു മിനൽ മദ്രസത്തി മസാഅൻ. 2ാമത്തത് മഫ്ഊലു ബിഹി. ശരിബ തിഫ്ലു അൽ ഹലീബ. അത് മഫ്ഊലു ബിഹി ആണ്. അതുപോലെ നവ്വറൽ ഖാദിമു അൽ മിസ്ബാഹ. ഇത് 2 എന്താണ്?
മഫ്ഊൽ ബിഹിയാണ്. മൂന്നാമത്തത് മഫ്ഊൽ മുത്ലഖ് ഏതാണ്? ആശൽ ആലിമു ഐഷത്തൽ മസാക്കീനി. അതുപോലെ യഅ്കുലുൽ ഖിർദു അൽ മൗസ അക്കലത്തൻ, ഒരു തിന്നൽ. കുരങ്ങൻ പഴം തിന്നു, ഒരു തിന്നൽ. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം വിശദീകരിക്കാനാണ്. നുബയ്യിനു മഫ്ഊൽ മുത്ലഖ്, അതുപോലെ മഫ്ഊൽ ലഹു, മഫ്ഊൽ ഫീഹി. ഇത് മൂന്നും വിശദീകരിക്കാനാണ് പറഞ്ഞത്. ഓരോന്നിനും 4 മാർക്ക് വീതം, ടോട്ടൽ 12 മാർക്കാണ് ശരിയാക്കിയാൽ ലഭിക്കുക. മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മഫ്ഊൽ മുത്ലഖു മസ്ദറുൻ ദുകിറ ബഅദ ഫിഅലിഹി ലിബയാനി നൗഇൽ ഫിഅലി ഔ ലിതൗകീദിൽ ഫിഅലി ഔ ലിബയാനി അദദിഹി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഫിഅലിന്റെ രൂപം വിവരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫിഅലിനെ തൗകീദ് ചെയ്യാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഫിഅലിന്റെ പ്രവൃത്തിയുടെ എണ്ണം വ്യക്തമാക്കാൻ വേണ്ടി ഫിഅലിന് ശേഷം പറയപ്പെടുന്ന മസ്ദറിനെയാണ് എന്ത് പറയലേ? മഫ്ഊൽ മുത്ലഖ്. ഓക്കെ. രണ്ടാമത്തത് മഫ്ഊൽ ലഹു ആണ്. മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലി അല്ലദീ ഖബ്ലഹു. മുമ്പുള്ള പ്രവൃത്തി സംഭവിക്കാനുള്ള കാരണം വ്യക്തമാക്കുന്ന മസ്ദറിനെയാണ് മഫ്ഊൽ ലഹു എന്ന് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തത് മഫ്ഊൽ ഫീഹി ആണ്. എന്താണ് മഫ്ഊൽ ഫീഹി? ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഅലി ഔ മക്കാനിഹി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു പ്രവൃത്തി നടക്കുന്ന കാലം, അതുപോലെ സ്ഥലം, ഇത് രണ്ടും സൂചിപ്പിക്കുന്ന നാമമാണ്, ഇസ്മാണ് എന്ത്? മഫ്ഊൽ ഫീഹി. ഓക്കെ. അടുത്തത് ആറാമത്തത് നുതർജിമു. ഇവിടെ അറബിയിൽ കൊടുത്തത് അറബി മലയാളത്തിലേക്ക് എഴുതാനാണ്. ഇഖ്തഫൽ മുജ്രിമു ഖൽഫൽ ജിദാരി. കുറ്റവാളി ചുമരിനു പിന്നിൽ ഒളിച്ചിരുന്നു. രണ്ടാമത്തത് ഫതഹൽ ഖാദിമു അൽ ബവാബത്ത. വേലക്കാരൻ ഗേറ്റ് തുറന്നു. ഇത് രണ്ടും ശരിയാക്കിയവർ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഏഴാമത്തത് നുഅരിബു. അറബിയിലേക്കാക്കാനാണ്. ഇവിടെ അറബി മലയാളത്തിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അറബി എഴുതാനാണ്. ഒന്നാമത്തത് മത്സരം, മുബാറാത്തുൻ. 2 യുദ്ധക്കളം, മഅറക്കുൻ. 3 കൂരൻ, സാലബ്, കുറുക്കൻ, സാലബ്. 4 മുക്കാലി സ്റ്റൂൾ, ഉസ്കുംലത്ത്. ഓക്കെ. ഇത് മുഴുവൻ ശരിയാക്കിയാൽ 4 മാർക്കാണ് ലഭിക്കുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് പാദവാർഷിക പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലാഹു തആല എല്ലാവർക്കും വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.